Hi guys, എൻ്റെ ചാനലിലേക്ക് വെൽക്കം ബാക്ക്. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓൾറെഡി സബ്സ്ക്രൈബ് ആണെങ്കിൽ താങ്ക് യു ഫോർ ഓൾവേസ് കമ്മിങ് ബാക്ക്. സോ ടൈറ്റിൽ നിന്ന് വായിച്ച പോലെ ഇന്നത്തെ വീഡിയോ ഇസ് ഓണം മേക്കപ്പ് ആൻഡ് ഓണം ഇൻസ്പയർഡ് ആകുമ്പോൾ പിന്നെ മലയാളത്തിൽ ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫുൾ ഓൺ മലയാളം വീഡിയോ. ഞാൻ മാക്സിമം ഓക്വേർഡ് ഒന്നും ആക്കാതെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മേക്കപ്പിനെ സംബന്ധിച്ച് മലയാളത്തിൽ പറയുമ്പോൾ ഇച്ചിരി ഒരു വേർഡ്നെസ് ഉണ്ട്. ബട്ട് ഐ ട്രൈഡ് നോട്ട് ടു ഡു ദാറ്റ് ടു മച്ച്. സോ ഇത് ആക്ച്വലി എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഓണപ്പുടവയും കഴിഞ്ഞ വർഷത്തെ ഫുൾ ഓണം ലുക്ക് ആയിരുന്നു. അത് ഞാൻ റിക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. ഈ വർഷം പുതിയ ഉടുപ്പൊന്നും മേടിക്കുന്നില്ല, എവിടെ പോകാനല്ലേ. സോ ഞാൻ അധികം സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ, നല്ല കുട്ടിയാണല്ലോ എന്ന കമന്റ് ഈ കമന്റ് സെക്ഷനിൽ നിരോധിച്ചിരിക്കുന്നു. ഇതേ കാര്യം റിയൽ ലൈഫിലും വന്ന് എന്നോട് പറയുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണിത്. You know who you are. No more talking, let's get started. മേക്കപ്പ് എപ്പോഴും ക്ലീൻ സ്കിന്നിലാണ് ബെറ്റർ. സോ ഞാൻ ഓൾറെഡി ഫേസ് വാഷും ചെയ്തു, മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്രൈമർ. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ബെനിഫിറ്റിന്റെ POREfessional പ്രൈമർ ആണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ കുണ്ടും കുഴിയും ഒക്കെ നികത്താനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പ്രൈമർ. ഞാൻ പ്രൈമർ അങ്ങനെ ഫുൾ ഫേസിൽ ഇടാറില്ല. ഞാൻ കൂടുതൽ ഓയിലി ആവുന്ന എവിടെയാണോ ആൻഡ് എനിക്ക് എവിടെയാണോ ടെക്സ്ചേഴ്സ് ഉള്ളത് അവിടെയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫുൾ ഫേസിൽ ഇടണമെങ്കിൽ നോ പ്രോബ്ലം. ഇത് മേക്കപ്പ് കൂടുതൽ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ കുറച്ച് കളർ കറക്ഷൻ ചെയ്യാൻ പോവാണ്. ബേസിക്കലി എൻ്റെ കണ്ണിൻ്റെ താഴെയും എൻ്റെ വായുടെ ചുറ്റിനും ഇച്ചിരി ഒരു ഡിസ്കളറേഷൻ ഉണ്ട്. ബേസിക്കലി എൻ്റെ അണ്ടർ ഐസ് ഡാർക്ക് സർക്കിൾ ആണ് ആൻഡ് ഓൾസോ എൻ്റെ വെയിൻസ് ഇങ്ങനെ കാണാം. അതൊരു പ്രശ്നമല്ല, ഇറ്റ്സ് ജസ്റ്റ് ഹൗ മൈ സ്കിൻ ഇസ്. അപ്പോൾ അത് കൗൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം ഗോണ യൂസ് ആൻ ഓറഞ്ച് കളർ കറക്റ്റർ. കുറച്ച് എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡാബ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ ആ പ്രോബ്ലം ഉള്ള ഏരിയയിൽ. ബേസിക്കലി നമ്മുടെ ആ ഡിസ്കളറേഷനെ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ഇടുമ്പോൾ നമ്മുടെ സ്കിൻ അപ്പോൾ ഈവൻ ഒരു ടോണായിട്ട് മാറും. ഇതിപ്പോൾ ഇച്ചിരി വിയേർഡായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. ഫൗണ്ടേഷൻ ആയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിന്റെ PhotoFocus ആണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഞാൻ ബേസിക്കലി ഫേസിൽ മൊത്തം ഡോട്ട് ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡ് ഔട്ട് ചെയ്യാണ് യൂഷ്വലി. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്താൽ മതി. ബ്യൂട്ടി ബ്ലെൻഡേഴ്സോ ഏതെങ്കിലും ടൈപ്പ് ബ്യൂട്ടി സ്പഞ്ചസോ യൂസ് ചെയ്യുമ്പോൾ ഓൾവേസ് ഇത് ഇച്ചിരി വെറ്റ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഡ്രൈ ആയിട്ടും യൂസ് ചെയ്യല്, ഒത്തിരി വെറ്റ് ആയിട്ടും യൂസ് ചെയ്യല്. ഇത് ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് നനച്ചിട്ട് ഫുൾ നമ്മൾ സ്ക്വീസ് ചെയ്ത് ഇതിനകത്ത് നിന്ന് വെള്ളം ഫുള്ള് കളയണം, എന്നിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി എക്സ്ട്രാ ടൈം എടുത്താലും കുഴപ്പമില്ല. പക്ഷെ മേക്ക് ഷോ ഇങ്ങനെ നമ്മുടെ മുഖത്ത് പാച്ചസോ അല്ലെങ്കിൽ ലൈൻസോ സ്ട്രീക്സോ ഒന്നും ഇല്ലാന്ന്. ഞാൻ യൂഷ്വലി ഒരു മിറർ നമ്മുടെ ഫേസിന് നല്ല ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഐ മേക്ക് ഷോ ഇങ്ങനെ പാച്ചസ് ഒന്നും ഇല്ലാന്ന്. കാരണം നമ്മൾ നേരെ ദൂരെ ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ തോന്നും ഒരു കുഴപ്പമില്ലല്ലോ, ഫ്ലോലെസ് ഫേസ് ആണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി നമ്മൾ ഇങ്ങനെ അടുത്ത് കണ്ണാടി കൊണ്ടുവരുമ്പോൾ മനസ്സിലാവും പലയിടത്തും ഇങ്ങനെ ബ്ലെൻഡ് ഔട്ട് ആകാതെ ഇച്ചിരി വൃത്തികേടായിട്ടുണ്ട്. അത് എസ്പെഷ്യലി നമ്മൾ സൺലൈറ്റ് വെളിയിൽ പോകുമ്പോൾ അത് ഇച്ചിരിയും കൂടെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നോബഡി വാണ്ട്സ് ദാറ്റ്. ആൻഡ് ഓൾവേസ് കഴുത്തേലോട്ടുകൂടി ഇച്ചിരി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തൊരു കളറും മുഖം വേറൊരു കളറും ആയിരിക്കും. ആൻഡ് അത് അത്ര നല്ല ലുക്കല്ല. ഇനി നമുക്ക് കണ്ണിൻ്റെ താഴെയുള്ള ഈ ഓറഞ്ച് സിറ്റുവേഷനെ ഡീൽ ചെയ്യണം. സോ അതിന് ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നത് നിക്സിൻ്റെ ബോണ്ട് ടു ഗ്ലോ ആണ്. ഓണമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഓവർ ആക്കുക. ഇത്ര ഒന്നും കൺസീലർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ വൈ നോട്ട്. ഈ കൺസീലർ ഞാനൊരു ഹൈലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യുക. സോ ഞാനത് നോസയിലും എൻ്റെ ചിന്നയിലും ഇച്ചിരി ഇടും. ഓൾസോ കണ്ണിൻ്റെ അടിയിൽ കൺസീലർ ഇടുമ്പോൾ മേക്ക് ഷുവർ നമ്മൾ ഈ കോർണറിലും പോകുന്നത്, കാരണം അവിടെയാണ് മോസ്റ്റ് ഓഫ് ദാറ്റ് ഡാർക്ക്നെസ് ഉള്ളത്. കൺസീലർ ബ്ലെൻഡ് ഔട്ട് ചെയ്യാനും ഞാൻ ആ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഒരു ഇച്ചിരി ഒരു എന്താ പറയുക ഒരു കുഴിയുണ്ട്. സോ ആ കുഴി നികത്താനായിട്ട് ഞാൻ ഇച്ചിരി കൂടെ കൺസീലർ ആ കുഴിയിൽ മാത്രം ഇടാൻ പോവാ. ഇനി ഞാൻ ഒട്ടും ടൈം കളയാതെ എൻ്റെ കണ്ണിൻ്റെ അടി മാത്രം സെറ്റ് ചെയ്യാൻ പോവാം. അതിനായിട്ട് ഞാൻ ഫെൻറ്റി ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു വേർഡ് ഫേസ് ഉണ്ടാക്കണം ഇനി. കണ്ണിൻ്റെ അടി മാത്രം ഇട്ടത് ബിക്കോസ് അവിടെയാണ് ക്രീസ് വരാനായിട്ടുള്ള കൂടുതൽ ചാൻസസ്. സോ ഇപ്പോഴേ പൗഡർ ഇട്ട് സെറ്റ് ചെയ്താൽ ക്രീസസ് വരത്തില്ലെന്നല്ല, ഇച്ചിരിയും കൂടെ പ്രൊലോങ് ചെയ്യാൻ. ഇനി ഞാൻ എൻ്റെ ഫേസിൽ ലൈറ്റ്ലി ഒന്ന് കോൺട്രോൾ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആസ് യൂഷ്വൽ ഞാൻ LA Girl Pro Conceal തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അഫ്കോഴ്സ് എൻ്റെ നെറ്റി, ഇറ്റ്സ് ഹ്യൂജ്, പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ആ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് തന്നെയാണ് ഞാൻ കോൺടൂറിനും ബ്ലെൻഡ് ഔട്ട് ചെയ്യുന്നത്.
കോണ്ടൂർ ബ്ലെൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ബ്യൂട്ടി ബ്ലെൻഡറിനെ ഇച്ചിരി ഒന്ന് പിൻ ചെയ്തിട്ട് അതേ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. That is done as well. ഇനി നമുക്ക് rest of the face സെറ്റ് ചെയ്യാം. സോ അതിന് ഞാൻ മാക്സ് സ്റ്റുഡിയോ ഫിക്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. റെസ്റ്റ് ഓഫ് ദ ഫേസ് ഞാൻ ജസ്റ്റ് ലൈറ്റ്ലി ഈ പൗഡർ ഡസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കോണ്ടൂർ ചെയ്തതിന്റെ മുകളിൽ കൂടെ ഞാൻ ഈ ഹൂല ബ്രോൺസ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. നെക്സ്റ്റ് ഇസ് ബ്ലഷ്. അപ്പൊ ഞാൻ മിലാനിയുടെ ഒരു ബേക്ക് ബ്ലഷ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നുള്ള എന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഐ ലവ് ബ്ലഷ്. ഞാൻ ബേസിക്കലി എൻ്റെ മുഖത്ത് എല്ലാവർക്കും ബ്ലഷ് ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇട്ടേനെ. പക്ഷെ തൽക്കാലം ഞാൻ ജസ്റ്റ് ചീക്സിലും ചിന്നിലും നോസിലും മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്തിട്ട് ഐ ബി റൈറ്റ് ബാക്ക്. സോ ബോത്ത് ദി ഐബ്രോസ് ആർ ഡൺ. ഞാൻ ആക്ച്വലി എൻ്റെ ഐബ്രോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന് ഒരു ഫുൾ ഓൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ലിങ്ക് ഇറ്റ് അപ്പ്, പ്ലീസ് ഡു വാച്ച്. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഐ മേക്കപ്പ് ആണ്. അതിനായിട്ട് ഞാൻ അഗൈൻ ഹുദ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് റീമാസ്റ്റേർഡ് പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇച്ചിരി ഒരു പിങ്കിഷ് ഗ്ലിറ്ററി വൈബാണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് എൻ്റെ ബോട്ടം ഇസ് ആക്ച്വലി പിങ്ക്. ഇപ്പം ഞാൻ ബോട്ടം ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ ആക്ച്വലി ഔട്ട്ഫിറ്റിൻ്റെ ബോട്ടം പിങ്ക് ആണ്. സോ ദാറ്റ്സ് വാട്ട് ഐ എം ഗോയിങ് ഫോർ. ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ബേബി പിങ്ക് കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ നല്ലൊരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് എൻ്റെ ക്രീസിലേക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ബോൺ ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ആൻഡ് പിന്നെ ബ്ലെൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ ബ്ലെൻഡ് ഇറ്റ് ഇൻ ടു ദാറ്റ് ബോൺ. ഇനി ഞാൻ ഇച്ചിരി കൂടെ ഡാർക്കർ ആയിട്ടുള്ള ഈ പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ കളർ ആക്ച്വലി ഇച്ചിരി കൂടെ മെലിഞ്ഞൊരു ബ്രഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബ്രഷ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യൂട്ടിപ്പ് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഫിംഗേഴ്സ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത് എന്നിട്ട് ഡയറക്റ്റ്ലി നമ്മുടെ ആ ക്രീസിന്റെ അകത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ഫസ്റ്റ് ബ്രഷ് എടുത്ത് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡാർക്ക് പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് ഇച്ചിരി കൂടി ഒരു ഡെപ്ത് കിട്ടാനായിട്ടാണ്. ആ ഫസ്റ്റ് പിങ്ക് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൂടെ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ലെയേഴ്സ് ഉള്ള പോലെ തോന്നും. ബേസിക്കലി നമ്മൾ ഇച്ചിരി കൂടെ പണി പെട്ടിട്ടുണ്ടെന്ന് തോന്നും, ബിക്കോസ് നമ്മൾ ആക്ച്വലി ഇച്ചിരി കൂടെ പണി പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്പാർക്ലി ഷെയ്ഡ് ഓൾ ഓവർ ദി ഐലറ്റ്സ് യൂസ് ചെയ്യാൻ പോവാണ്. ഇതിന് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഐ ഫീൽ ഇങ്ങനത്തെ സ്പാർക്ലി ഷെയ്ഡ്സിന് നമ്മൾ ഫിംഗർ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കളർ പേ ഓഫ് കിട്ടുന്നത്. ഈ സ്റ്റെപ്പ് ഇച്ചിരി സമയം എടുത്ത് ഇച്ചിരി നീറ്റായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യണം. ബേസിക്കലി നമ്മുടെ ആ ആദ്യം യൂസ് ചെയ്ത ഷെയ്ഡ്സിലോട്ടൊന്നും ഇതൊട്ടും ട്രാൻസ്ഫർ ആകാതെ നോക്കണം. ഇനി ഞാൻ ആ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് നമ്മുടെ ലോവർ ലാഷ് ലൈനിൽ കൂടി ഇച്ചിരി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒരു ആംഗിൾ ബ്രഷിൽ എടുത്തിട്ട് നമ്മുടെ അപ്പർ ലാഷ് ലൈനിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അഗൈൻ നിങ്ങളുടെ കയ്യിൽ ആംഗിൾ ബ്രഷ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യൂട്ടിപ്പ് യൂസ് ചെയ്താൽ മതി. വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഐലൈനർ ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ അതിന് പകരമായിട്ട് ജസ്റ്റ് ഒരു ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ഐ ഷാഡോ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു കുഞ്ഞു ബ്രഷ് എടുത്തിട്ട് ഈ സ്പാർക്ലി ഷെയ്ഡ് നമ്മുടെ ടിയർ ഡക്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഐ എം സോറി, ടിയർ ഡക്റ്റിന്റെ മലയാളം എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവർ പ്ലീസ് കമന്റ് ചെയ്യണം. ഞാൻ ബേസിക്കലി ഈ ഒരു ഇൻസൈഡ് കോർണറിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നമുക്ക് ഇച്ചിരി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ താഴത്തെ കണ്ണെഴുതാനായിട്ട് ഞാൻ ആക്ച്വലി ഒരു ക്രീം കളർഡ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി നമ്മുടെ ഐസിനെ ഒന്ന് പോപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ബൈ പോപ്പ് ഐ മീൻ ലൈക്ക് ഇച്ചിരി ഒന്ന് വൈഡൻ ആക്കാനായിട്ട് ഇച്ചിരി ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഈ സെയിം കാര്യം എൻ്റെ മറ്റേ കളറിലൂടെ ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചു വരാം. ഓൾസോ ഞാൻ ഫേക്ക് ലാഷസും വെക്കും. നിങ്ങൾക്ക് വെക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. ജസ്റ്റ് നല്ലതായിട്ട് ലാഷസ് കേൾ ചെയ്തിട്ട് ഒരു ഗുഡ് കോട്ട് ഓഫ് മസ്കാര കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇറ്റ് ബി നൈസ്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് ബി റൈറ്റ് ബാക്ക്. സോ അത് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിലും ഇച്ചിരി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്നേരം തൊട്ട് ആലോചിക്കുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ കണ്ണ് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. ബേസിക്കലി ഞാൻ എൻ്റെ രണ്ടാമത്തെ കണ്ണിൽ ക്രീം ഐലൈനർ ഇട്ടില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. സോ ഐ എം സോറി. സോ ഇനി നമുക്ക് ലിപ്സിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഞാൻ ഈ ഒരു കോംബോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ലിപ് പെൻസിൽ ആക്ച്വലി ഷാർപ്പൻ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ലൈഫ് തീരാറായി. എനിക്ക് എൻ്റെ അപ്പർ ലിപ്പിൻ്റെ ഈ ഒരു മിഡിൽ റീജിയൻ ഇച്ചിരി ഓവർലൈൻ ചെയ്യാൻ ഇഷ്ടമാണ്. ചില മനുഷ്യർ എന്നെ കളിയാക്കും ഞാനത് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ലൈക്ക് ബിഗർ ലിപ്സ് ആർ നോട്ട് ഡിസൈറബിൾ. ഐ ഡോണ്ട് നോ. ഓക്കെ, എനിക്കിഷ്ടമാണ്. സോ മൂവിങ് ഓൺ ടു ലിപ്സ്റ്റിക്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ഗ്രാജുവേഷൻ്റെ ആണ്. ഇറ്റ്സ് എ നൈസ് ന്യൂഡ് കളർ, പക്ഷേ ഓൺ ദ പിങ്ക് സൈഡ്. ഇനി നമുക്ക് ഓഫ് കോഴ്സ് പൊട്ട് വേണം. നമ്മുടെ ഫുൾ വൈബ് പിങ്ക് ആയതുകൊണ്ട് ഞാൻ പിങ്ക് പൊട്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
ആക്ച്വലി ഞാൻ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ആ ബേക്കിംഗ് പൗഡർ ഇട്ടില്ലായിരുന്നു കണ്ണിൻ്റെ അടിയിൽ, അത് വിസ്ക് ഓഫ് ചെയ്ത് കളയണം. ഇനിയിപ്പോൾ എനിക്ക് മുടിയൊന്നും കെട്ടാൻ അറിയത്തില്ല, കെട്ടാനാണല്ലോ എനിക്ക് മുടിയൊന്നുമില്ല. സോ ഐ എം ജസ്റ്റ് ഗോണ ഡു എ ലോ ബൺ. എനിക്ക് ആക്ച്വലി തലയിൽ പൂ വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ മുല്ലപ്പൂ ഇല്ല. സോ ഞാൻ എൻ്റെ ഫ്ലവർ വേസിൽ നിന്ന് ഈ പൂ അടിച്ചു മാറ്റി. നിങ്ങളുടെ വീട്ടിലെ ഫ്ലവർ വേസിൽ നിന്ന് പൂ എടുത്താൽ നിങ്ങൾക്ക് തല കിട്ടത്തില്ലെങ്കിൽ യു ക്യാൻ ഡു ദ സെയിം. ഇത് ബേസിക്കലി ആ താഴോട്ടുള്ള കൊമ്പ് ഞാൻ മുറിച്ച് കളഞ്ഞിട്ടാണ് തല വെച്ചേക്കുന്നത്. സോ ഇനി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് എൻ്റെ സ്ലോമോസ് ഇച്ചിരി ക്രിഞ്ചിയാണ്, പക്ഷേ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ദം. സോ ഞാൻ എല്ലാ വീഡിയോസിനും കുത്തി കേട്ടാറുണ്ട്. സോ ഈ ഓണം ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഒരു ഓണം ലുക്ക് കൂടെ ചെയ്യണമെന്നുണ്ട്, ഇച്ചിരി ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോപ്പർ മലയാളി മേക്കപ്പ്. ഹോപ്പ്ഫുള്ളി സമയത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി അപ്ലോഡ് ഇറ്റ്. ആസ് യൂഷ്വൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ബൈ ഗൈസ്.